ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. കാരണം ഇതിന് മുന്നേ ഒരു വ്ളോഗായിരുന്നു ഇട്ടിരുന്നത്. നമ്മളിങ്ങനെ സംസാരിച്ച് കുറച്ച് വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി. പാൻ ഇടാതിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ട് ഞാൻ വിയർക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഞാൻ മാക്സിമം സൗണ്ടിൽ പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. ഓണം അടുക്കാറാവുന്നതിന് ഒരു മാസം മുൻപ് ഞാൻ അത്യാവശ്യം പ്ലാൻ ചെയ്തു. എന്ത് ചെയ്യും, എന്ത് അപ്ലോഡ് ചെയ്യും, എന്ത് കണ്ടന്റ് ചെയ്യാം, വെറൈറ്റി വേണം, വെറൈറ്റി. ഈ സംഭവം ഞാൻ അവസാനം വന്നത് എല്ലാവരും ചെയ്യുന്നൊരു സംഭവം തന്നെ. പക്ഷെ അത് ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണല്ലോ. എല്ലാവരുടെയും കഴിവുള്ള ഒരാൾ ചെയ്യുമ്പോൾ അത് വേറൊരു ഔട്ട്പുട്ട്, ഞാൻ ചെയ്യുമ്പോൾ വേറൊരു ഔട്ട്പുട്ട്, വേറൊരാൾ ചെയ്യുമ്പോൾ അത് വേറൊരു ഔട്ട്പുട്ട്. സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് എൻ്റെ ഐഡിയയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. സംഭവം ഇത് കോമൺ ആയിട്ട് ഇപ്പോൾ ഉണ്ട്, കുറേ പേര് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടുകൊണ്ട് തന്നെ ഞാനൊരു 2 കപ്താൻ ട്രൈ ചെയ്തു. തയ്യലും ഞാനും ചേരില്ല. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നന്നായിട്ട് തയ്യക്കാരോ തയ്ക്കുന്ന ചേച്ചിമാരോ ചേട്ടന്മാരോ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ തയ്യലിന് നിങ്ങളുടെ തയ്യലുമായിട്ട് താരതമ്യം പോലും ചെയ്യരുത്. കാരണം എനിക്ക് തയ്ക്കുന്നൊന്നും അറിയത്തില്ല. സ്റ്റിച്ച് ഇടാൻ അറിയാം, മെഷീനിൽ ജസ്റ്റ് ഇങ്ങനെ നൂല് കുറക്കാൻ അറിയാം. അതിങ്ങനെ പണ്ട് അമ്മ ചെയ്യുന്ന കണ്ടിട്ട് പഠിച്ചതാണ്. വേറെ ഒരു പരിപാടി എനിക്കറിയാം. അങ്ങനെയുള്ള ഞാൻ ഒരു ഡ്രസ്സ് തയ്ച്ചാൽ എങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് ഞാൻ കഫ്താനെ പറ്റി അറിയുന്നത്. കഫ്താൻ വലിയ പാടൊന്നുമില്ല, ഏത് ആൾക്കാർക്കും തയ്ക്കാം എന്നുള്ളതിന് ഉദാഹരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ കൂടെ നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജ്. ഇപ്പോൾ സംഭവം ഒരെണ്ണം അമ്മയുടെ പഴയ ഒരു സെറ്റ് സാരിയുടെ ഒരു പീസ് വെട്ടിയെടുത്തതാണ്. കളഞ്ഞതാണ്, അതിൽ നിന്ന് ഞാൻ വെട്ടിയെടുത്താണ്. ഒരെണ്ണം അച്ഛൻ്റെ മുണ്ട്, കളഞ്ഞ ഒരു മുണ്ട്, അതിൽ നിന്ന് വെട്ടിയെടുത്ത മുണ്ടും സെറ്റ് സാരി. അപ്പോൾ അത് നമുക്കൊരു മേക്ക് ഓവർ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തയ്യലിന്റെ ABCD അറിയാത്ത ഞാൻ ഒരു കഫ്താൻ തയ്ക്കാൻ ഇറങ്ങിയ, ഒന്നല്ല 2 കഫ്താൻ തയ്ക്കാൻ ഇറങ്ങിയ സ്റ്റോറിയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ കുറെ റെഫറൻസ് ഒക്കെ എടുത്തു. അപ്പം നല്ല ഈക്വലി ഒന്ന് മടക്കിയതിന് ശേഷം നമ്മുടെ അളവിലുള്ള ഒരു ചുരിദാറിന്റെ ടോപ്പ് എടുത്തോണ്ട് വന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. പണ്ടേ ഈ അമ്മ എന്നെ ഒന്ന് കണക്ക് പഠിപ്പിക്കാൻ നോക്കിയത് തയ്യലിന്റെ. ഈ ഇവിടെ ഒന്നെടുത്താൽ ഇവിടെ പകുതി എടുക്കണം, അങ്ങനെ കുറെ സാധനമില്ല. അതൊന്നും ഞാനൊന്ന് സെറ്റായി പോകില്ല. അപ്പൊ നമ്മളിത് ബാക്ക് കഴുത്തിന്റെ അളവ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അളവെടുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കളയണം. ഈ കത്രികയൊക്കെ അമ്മയുടെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരെ കൊടുക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്തു തരാൻ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ പൊക്കത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതാണ് നിങ്ങൾ ഈ ഒരു ആംഗിളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലെ കഴുത്ത് നമ്മൾ വെട്ടിയെടുക്കും. ടോപ്പിന്റെ ഫ്രണ്ടിലത്തെ കഴുത്തെടുത്ത് അവിടെ വെച്ചിട്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലെ കഴുത്ത് നമ്മൾ വെട്ടി. വലിയ പാടൊന്നുമില്ല. അതേ വെട്ടിയൊക്കെ എടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. വലിയ കുഴപ്പമില്ല, നിങ്ങൾ സൂക്ഷിച്ചൊന്നും നോക്കണ്ട. ചെറിയ ഇംപെർഫെക്ഷൻ ഒക്കെ കാണും, പക്ഷെ നമ്മളതൊക്കെ സെറ്റാക്കി എടുക്കും. ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ആ ഒരു ടോപ്പ് അങ്ങനെ വെച്ചിട്ട് നമ്മുടെ വണ്ണത്തിൽ കഫ്താൻ ഒരു കൈക്കുഴി കഴിഞ്ഞിട്ടുള്ള താഴ്ഭാഗമില്ലേ, അവിടം തൊട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ വരയിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറത്തൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഈ മുണ്ട് കഴുകി എന്നിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നത് പച്ച മാർക്കർ, പച്ച ചോക്ക്. അതുകൊണ്ട് ആരും ഒന്നും കാണത്തില്ല. പിന്നെ ഞാൻ ഇതെല്ലാം മാർക്ക് ചെയ്ത് മുന്നേ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന പെയിന്റ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ എങ്ങനെ തോന്നിയാലോ, തോന്നോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷെ പെയിന്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ ഫാബ്രിക് കളേഴ്സ് യൂസ് ചെയ്യണം എന്നായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അക്രൈലിക്കാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇത് 023 ബ്രില്യൻ പർപ്പിൾ. ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ താമര വരച്ചപ്പോൾ ഉപയോഗിക്കുന്നത്. താമരയൊക്കെ വരുമ്പോൾ കാണാം. അപ്പോൾ ഞാൻ ആ താമരയുടെ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചേ. പിന്നെ ഇല ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ചത് 108 ഡീപ്പ് ഗ്രീൻ എന്ന് പറയുന്ന അക്രൈലിക് കളർ, ക്യാമലിൻ്റെ. കണ്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ പെയിൻ്റ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു ചെമ്പരത്തിയുടെ ചെയ്തായിരുന്നു. ചെമ്പരത്തിക്ക് ഞാൻ കൊടുത്ത കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രൈലിക് കളർ തന്നെയായിരുന്നു, ഫെവിക്രൈലിൻ്റെ. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ക്രിംസൺ 04. ഈ ഫെവിക്രൈലിൻ്റെ തന്നെയാണ് മഞ്ഞയും പിന്നെ വെള്ള അറിയാമല്ലോ, വൈറ്റ് 27, പിന്നെ മഞ്ഞ ക്രോം യെല്ലോ 03. ഇതിലൊക്കെ ഇൻട്രസ്റ്റ്. ഞാൻ ലൈനിങ് ഇട്ടല്ലോ തയ്ക്കുന്നത്. ജസ്റ്റ് എനിക്ക് ബ്രഷ് യൂസ് ചെയ്യുന്നത് ഈ രണ്ട് ബ്രഷ്, ഒന്നൊരു ഫ്ലാറ്റ് ബ്രഷും ഒന്നൊരു പോയിന്റഡ് ബ്രഷും. ഇത് ഫാബ്രിക് കാസ്റ്റലിൻ്റെ 022, ഫാബ്രിക് കാസ്റ്റലിൽ തന്നെ 015. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു പെയിന്റ് ചെയ്തിട്ട് തയ്ക്കാം. ഓൾറെഡി മാർക്കൊക്കെ ഉണ്ടല്ലോ,
അങ്ങനെ ഞാൻ പിൻട്രസ്റ്റിൽ കയറിയിട്ട് കുറേ റെഫറൻസ് എടുത്ത് ഫൈനലായിട്ട് ഞാനൊരു ഡിസൈൻ കണ്ടുപിടിച്ചു. അതാണ് നിങ്ങൾ ആ ഫോണിന്റെ സ്ക്രീനിൽ കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊരു 2 മണിക്ക് ഇരുന്നിട്ട് 5, 5:30 ആയപ്പോഴാണ് ഈ ഒരു വർക്ക് തീർത്തത്. നിങ്ങൾക്കറിയാലോ അത്രയും കട്ടി പോലും ഇല്ലാത്ത ഒരു തുണിയാണ്. അതിൽ പെൻസിൽ വെച്ച് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടാസ്ക്കാണ്. നമ്മൾ കാണുന്ന ആ ഒരു പിക്ചറും ആ പിക്ചർ പോലെ എക്സാക്റ്റ് അല്ലല്ലോ വരയ്ക്കുന്നത്. നമ്മളുടെ ആ ഒരു ഡ്രസ്സിന്റെ സൈസിനനുസരിച്ച് നമുക്കത് വലുതാക്കണം. അങ്ങനെ ഞാൻ പിന്നെ പാടുപെട്ട് ഇങ്ങനെ പിടിച്ചൊക്കെ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. കാരണം പെൻസിലിന്റെ ആ ഒരു ഡാർക്ക് തുണിയിലേക്ക് ആവത്തില്ല. അപ്പോൾ കുറച്ച് പ്രസ് ചെയ്തൊക്കെയാണ് വരയ്ക്കുന്നത്. അങ്ങനെ കുറേ നേരത്തെ ഒരു ഹാർഡ് വർക്കിന്റെ ഫലമായിട്ട് നമുക്ക് അത്യാവശ്യം നീറ്റായിട്ട് സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിന്റഡ് ബ്രഷ് വെച്ചിട്ട് ഞാൻ ഈ ഒരു പിങ്ക് കളറാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് താമരയുടെ മുട്ടിൽ നിന്നാണ്. സൈഡിൽ ഫസ്റ്റ് നമ്മൾ മുട്ട വരച്ചത്. ആദ്യം നമ്മളൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിന്നെ അത്യാവശ്യം ഫ്ലാറ്റൻ ആയിട്ടുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് നടുക്ക് വൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുന്നതാണ് ഞാൻ റെഫറൻസ് ഒക്കെ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ട്രൈ ചെയ്തേക്കുന്നത്. വരയ്ക്കാനൊക്കെ അത്യാവശ്യമൊക്കെ അറിയാം. അപ്പോൾ അത് എനിക്കിവിടെ ഉപകാരം. പക്ഷേ എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. സിമ്പിളാണ് സംഭവം. ജസ്റ്റ് നടുക്ക് ആ ഒരു വൈറ്റ് വെച്ചിട്ട് ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ ഷെയ്ഡ് എടുത്ത് വരുമ്പോഴത്തേക്ക് ആ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മളൊരു പ്ലെയിൻ ആയിട്ടൊരു വൈറ്റും പിങ്കും മിക്സ് ചെയ്ത് ഇത്രയും ഫിനിഷിങ് വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് അടിപൊളി മെത്തേഡാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇതിൽ തന്നെ എനിക്കാണെങ്കിൽ സെൽഫായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇത് എങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരണമെന്നുണ്ട്. പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷേ ഞാൻ ചെയ്ത ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചു തരണം എന്നുള്ളത് എനിക്ക് ഉണ്ടായിരുന്നു. 2 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ട്രാൻസ്പെറന്റ് ആയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നിഴലടിക്കുന്നുണ്ടോ. പക്ഷെ ഇത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് അറിയണമെങ്കിൽ കുറച്ചൊരു കട്ടിയുള്ളൊരു തുണിയായിരുന്നു നല്ലതായിരുന്നു എനിക്കിത്. ഇത് ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റാണ് ഈ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്തെടുത്തത്. ഞാൻ വിചാരിച്ചിട്ട് കുളമായി പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മ വേണ്ട പരിപാടി. അപ്പോൾ ഇത് കുറേശ്ശെ കാണിച്ചു തരാം. ഞാൻ വിചാരിച്ചു ഈ പായിലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ബോക്സിലെടുത്തത്. അപ്പോൾ ഇതിങ്ങനെ ആവുന്നതുകൊണ്ട് ഇത് പിന്നെയും പെയിൻറ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആവും. ഇവിടെ അത് ചെറുതായിട്ടൊരു സ്റ്റെയിൻ ആയിരുന്നു, കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റി. ഇതിപ്പോൾ ഒരുമാതിരി ഷെയ്ഡ് ചെയ്തെടുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഒരുമാതിരി സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു പിങ്ക് കളർ വെച്ചിട്ട് ബോർഡർ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വൈറ്റ് എടുക്കും. വൈറ്റ് ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് പെൻസിൽ വരച്ച പാടൊക്കെ കാണും, അതൊന്ന് വെട്ടി. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതേ പെൻസിലും വെച്ച് വരച്ചതൊക്കെ കാണാം. അതൊക്കെ പെയിൻറ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊക്കെ അങ്ങ് പൊക്കോളും. അങ്ങനെ ഞാൻ ഒരു 3 മൊട്ടും 2 താമരയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതുപോലെ മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ താമരയുടെ ഇല വരയ്ക്കുക എന്നതും പറഞ്ഞതും കുറച്ച് ടാസ്ക് ആയിരുന്നു. പിന്നെ ഈ ഷെയ്ഡ് മിക്സ് ചെയ്യാനായിട്ട് നല്ല സുഖം. നമ്മൾ അതിൻ്റെ ഒരു നാക്ക് പിടികിട്ടി നമുക്ക് നല്ല രസമാണ് പെയിൻറ് ചെയ്യാൻ. അങ്ങനെ പിന്നെ ഒരു ഒറ്റ സ്ട്രെച്ചിനിരുന്ന് ഞാൻ ഇതെല്ലാം വരച്ചു. ഞാൻ പെയിൻറ്റിങ് അന്ന് കണ്ടിന്യൂസ് ഒരു 2-3 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ചെയ്തത്. കാരണം അത് പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവില്ല. പകുതി വരച്ച് അത് നമുക്ക് അത് അപ്പം തന്നെ തീർക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത്. ആദ്യം ഈ ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ഇലയ്ക്കും പിന്നെ ആ ഒരു സ്റ്റിക്കിനും ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ഇല കണ്ടോ, ഇലയുടെ ഇതൊക്കെ കൊടുത്തത് ഞാൻ അങ്ങനെയാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനൊരു യെല്ലോ ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. യെല്ലോയും ഉള്ളിൽ ഞാൻ യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്കൊരു ലൈറ്റ് ഗ്രീൻ കിട്ടും. ഉച്ചയായപ്പോൾ ഇരുന്നാണ് അപ്പോൾ നമ്മളൊരു ഉച്ചയായപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇതിനകത്ത് പെയിൻറ്റിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഫസ്റ്റത്തേന്നിട്ട്. ഇനി ഇത് നമുക്ക് നൂലില്ല. അപ്പം ഇന്ന് ഈ ഒരു പെയിൻറ്റിങ് പരിപാടി ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യിപ്പിക്കും. എൻ്റെ ഡേ 1 ആയിരിക്കും നിങ്ങൾ കാണുന്നത്. പെയിൻറ്റിങ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ തയ്യൽ ഞാനായിട്ടൊരു ബന്ധമില്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു കഴുത്തിൻ്റെ ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ കഴുത്തിൻ്റെ ഉള്ളിൽ എന്തോ വെച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അമ്മ ഇങ്ങനെ പറയുന്നതിലും ഭേദം എനിക്കങ്ങ് ചെയ്ത് തന്നൂടി. സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് തുന്നിക്കോളാൻ പറഞ്ഞു. എനിക്കാണ് തുന്നാൻ അറിയുക. ഞാൻ പിന്നെ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ അങ്ങോട്ട് തുന്നി വന്നപ്പോൾ റിസൾട്ട് കാണണ്ടേ. അപ്പോൾ ഇതാണ് റിസൾട്ട്. ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായിട്ട് നിഴലടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ നല്ല ഒരു ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ വെച്ച് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ആ ഒരു പെയിൻറ് ചെയ്യാനായിട്ട് ഏറെക്കുറെ ഒരു 4 to 5 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ അറിയാമല്ലോ നമ്മൾ റിസൾട്ട് ഇങ്ങനെ
കിടന്ന് ഇരുന്നൊക്കെ തറയിലിട്ടാ ചെയ്തേ. ഇന്ന് ഞാനത് ബാക്കപ്പിലിട്ട് വെച്ചതാ. കാരണം ഇതിൻ്റെ ആഫ്റ്റർ ആയിട്ടുള്ള ഇത് ഇട്ടിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ഡിലേ ആയത്. അതപ്പോൾ ഇന്നലെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അത് വീഡിയോസ് എല്ലാം കൂടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ ആ കഫ്താൻ ഞാൻ ഞാൻ പെയിൻറ് ചെയ്തതും സ്റ്റിച്ച് ചെയ്തെടുത്തില്ലായിരുന്നു. ഞാൻ പെയിൻറ് ചെയ്ത വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ചെമ്പരത്തി ഒരെണ്ണം ഫിനിഷ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അത് ഡിലീറ്റ് ആയിപ്പോയി മൊത്തത്തിൽ. എൻ്റെ ഫോണിലും ഇല്ല, ഇഷ്ടത്തിലും ഇല്ല. പോയത് പോയി. പക്ഷെ ആ ഇട്ട എഫേർട്ട് ഭയങ്കരമായിരുന്നു. 1 മാസം മുന്നേ പ്ലാൻ ചെയ്ത് സംഭവം ഒരു ചെറിയ വീഡിയോ, പക്ഷെ എത്ര മണിക്കൂറത്തെ പരിപാടിയാണെന്നറിയോ? എനിക്ക് അറിഞ്ഞൂടാ. സിസ്റ്റത്തിൽ നിന്ന് റിക്കവറാക്കി ഞാൻ ലോങ് വീഡിയോസൊക്കെ സിസ്റ്റത്തിൽ എഡിറ്റ് ചെയ്യുന്നത്. സിസ്റ്റത്തിൽ നിന്ന് റിക്കവറാക്കി എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. റീസൈക്കിൾ ബിന്നിൽ നിന്ന് പോയി. കൂട്ടമായിട്ട് ഡിലീറ്റ് ആക്കിയപ്പോൾ അതെല്ലാം ഡിലീറ്റായി പോയതായിരിക്കും. 2 ഫോട്ടോസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ. ഒന്ന് ഞാൻ ഒരു ചെമ്പരത്തി കംപ്ലീറ്റ് ആക്കി, ഒരു നീറ്റായിട്ടൊരു ചെമ്പരത്തി ചെയ്തായിരുന്നു, അതിൻ്റെ ഒരു ഫോട്ടോയും, പിന്നെ ഞാൻ റെഫറൻസ് എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയും. വേറെ ഒന്നുമില്ല. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഏതായാലും ഞാൻ 2 കഫ്താൻ മേക്ക് ചെയ്യുന്നതെന്നുള്ള സാധനം തമ്മിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടും ഞാൻ തന്നെ ചെയ്താ. പക്ഷെ രണ്ടാമത്തേന് ഞാൻ ചെയ്തതിൻ്റെ ഒരു സാധനങ്ങളും എൻ്റെ കയ്യിലിപ്പോൾ വീഡിയോ ഒന്നുമില്ല. ആദ്യത്തേതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു സെൻസിൽ വേണം ഈ ഒരു വീഡിയോ കാണാൻ. രണ്ടാമത്തേത് ആഗ്രഹിച്ച് ചെയ്തതാ, പക്ഷെ ഭാഗ്യമില്ല, അത് പോയി. ഇതെല്ലാം ഞാൻ പല പല ടൈമിൽ എടുക്കുന്ന വീഡിയോസാണ്. സോ എൻ്റെ ഇമോഷൻസ് പലതിലും പല എനർജി ലെവലായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നുള്ളൊരു വിശ്വാസത്തോടെ. അതുകൊണ്ടാണ് ഞാൻ ഇനി അങ്ങോട്ടേക്ക് കഫ്താൻ രണ്ടാമത്തേൻ്റെ വീഡിയോസൊന്നും ഉണ്ടാവത്തില്ല. ജസ്റ്റ് അത് ഇട്ടിട്ടുള്ള വീഡിയോസ് ഉണ്ടാവുള്ളൂ ചില സമയത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കഫ്താൻ്റെ. നിങ്ങൾ ഓൾറെഡി ദുരന്ത കഥയൊക്കെ കേട്ട് കാണുമല്ലോ. എന്ത് പറയാനാ, എൻ്റെ ഒരു സമയം ശരിയല്ല. അച്ഛൻ്റെ മുണ്ടാവും ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അച്ഛൻ ആവശ്യമില്ലാതെ വലിച്ചെറിഞ്ഞൊരു മുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മയുടെ ആ ഒരു സെറ്റ് സാരിയേക്കാളും കട്ടിയുണ്ടായിരുന്നു ഇതിന്. ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ സൈഡിൽ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇത് ഞാൻ റൗണ്ട് ആയിട്ട് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെമ്പരത്തി 2 സൈഡിലായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. അതിലൊരു ചെമ്പരത്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആയിരുന്നു അത്. എൻ്റെ ആ ഒരു ടോപ്പിൻ്റെ എക്സാക്ട് മിഡിൽ പോർഷനിൽ ഞാനൊരു ചെമ്പരത്തിയുടെ ഒരു വേറൊരു കൈൻഡ് ഓഫ് ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് പിന്നെ ഒന്ന് കട്ട് ചെയ്ത് തരാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരു വൈക്ലഭ്യം. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഉടായ്പ് കാണിച്ചവിടെ പെയിൻറ്റും വെച്ച് വരച്ച് വെച്ചേക്കുക. അങ്ങനെ ഫസ്റ്റത്തെ ട്രൈ ആണ് രണ്ടും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എൻ്റെ കുറേ മണിക്കൂറത്തെ എഫേർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കുറേ മണിക്കൂറത്തെ എഫേർട്ടാണ്. അതും തറയിലൊക്കെ ഇരുന്ന് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആക്രാന്തത്തോടെ ചെയ്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഹോപ്പ് യു എൻജോയ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ കമൻസ് ഒക്കെ ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോഴല്ലേ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ ടാറ്റാ.